നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ഇന്ന് പൂന്താനം ദിനമാണ്. നിഷ്കളങ്ക ഭക്തി കൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന് തെളിയിച്ച ഭക്തന്റെ സ്മരണ നാടെങ്ങും സ്മരിക്കുന്ന ദിനം. കുംഭമാസത്തിലെ അശ്വതി നാളാണ് പൂന്താന ജയന്തിയായി ആചരിക്കുന്നത്. പൂന്താനം രചിച്ച ജ്ഞാനപ്പാന ഒരു ദിവസമെങ്കിലും കേൾക്കാത്തവരോ അതിലെ 2 വരിയെങ്കിലും ചൊല്ലാത്തവരോ ആയ മലയാളികളില്ല. സംസ്കൃത ഭാഷയുടെ പ്രഭാവം പ്രബലമായിരുന്ന കാലത്ത് തന്നെ മലയാള ഭാഷയിൽ ലളിതമായി ഈശ്വര തത്വങ്ങൾ കീർത്തനങ്ങളായി എഴുതിയ പൂന്താനത്തിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി പ്രസിദ്ധമാണ്. മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരിൽ പൂന്താനമില്ലത്താണ് സാത്വിക ഭക്തനായ ഇദ്ദേഹം ജനിച്ചത്. ശ്രീകൃഷ്ണ കർണാമൃതം തുടങ്ങിയ അനേകം ഭക്തികാവ്യങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ജ്ഞാനപ്പാന അഥവാ അറിവിൻ്റെ ഗീതം എന്ന കൃതിയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ആത്മീയജ്ഞാനവും മോക്ഷസാധനാ മാർഗവും സാധാരണക്കാരിലേക്ക് എത്തിച്ച കൃതിയാണ് ജ്ഞാനപ്പാന. ശ്രീകൃഷ്ണ ഭക്തിയും പുത്രവിയോഗത്തിലെ ദുഃഖവുമാണ് പൂന്താനത്തെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തിച്ചത്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി എന്ന ആത്മനിർവൃതിയിലെത്തിച്ചേർന്ന മഹാത്മാവാണ് പൂന്താനം. കൃഷ്ണഭജനം മോക്ഷസിദ്ധിക്കുള്ള മാർഗമാണെന്ന് ഭക്തർക്ക് തെളിയിച്ചു കൊടുത്ത ഭക്തകവിയാണ് പൂന്താനം. പൂന്താനത്തിൻ്റെ ജീവിതവും ദർശനവും തലമുറകൾക്ക് വെളിച്ചവും വഴികാട്ടിയുമാണ്. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ദാനം അനാകാംക്ഷം കിം മിത്രം യോ നിവാരയതി പാപാദ് കോലങ്കാരശീലം കിം വാചാം മണ്ഡനം സത്യം കിം ദാനം അനാകാംക്ഷം കിം മിത്രം യോ നിവാരയതി പാപാദ് കോലങ്കാരശീലം കിം വാചാം മണ്ഡനം സത്യം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. എന്താണ് ദാനം? ആരാണ് മിത്രം? എന്താണ് അലങ്കാരം? പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ചോദ്യങ്ങൾക്ക് ആചാര്യൻ നൽകുന്ന ഉത്തരമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 21 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അന്ധൻ, ബധിരൻ, മൂകൻ, ഇതൊക്കെ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് അവിടെ നൽകിയത്. തുടർന്ന് ചോദിക്കുകയാണ്, കിം ദാനമനാകാംക്ഷം കിം മിത്രം യോ നിവാരയതി പാപാത് കോലങ്കാരശീലം കിം വാചാം മണ്ഡനം സത്യം. കിം ദാനം? ഒന്നാമത്തെ ചോദ്യം, എന്താണ് ദാനം? ദാനം ശ്രേഷ്ഠമാണ്. ദാനം വാസ്തവത്തിൽ ശക്തിക്കനുസരിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ്. യഥാശക്തി സംവിഭാഗം. ശക്തിക്കനുസരിച്ച് നല്ല പോലെ വിഭജിക്കുന്നതിന് പറയുന്ന പേരാണ് ദാനം. ഇവിടെ ദാനത്തിൻ്റെ ലക്ഷണമല്ല ചോദിച്ചത്. എന്താണ് ദാനം? ഏത് ദാനമാണ് ദാനമാകുന്നത്? ദാനമെന്ന് പറയപ്പെട്ടാൽ ഒന്ന് ദാനമാകുമോ? അഥവാ ഒരു ദാനത്തെ ശ്രേഷ്ഠമാക്കുന്നത് എന്ത്? അവിടെയാണ് മറുപടി, അനാകാംക്ഷം. ആകാംക്ഷാരഹിതമായതാണ് ദാനം. താത്പര്യം മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ അയാൾ എനിക്ക് സഹായമാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ദാനം ചെയ്താൽ അത് ദാനമല്ല. ദാനമെന്ന് പറയണമെങ്കിൽ അത് അനാകാംക്ഷമായിരിക്കണം, കാക്ഷിക്കപ്പെടാത്തതായിരിക്കണം. അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പ്രത്യുപകാരം കാക്ഷിക്കപ്പെടാത്തതേ ദാനമാകൂ. ഉദാഹരണത്തിന്, അയാളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനും വയ്യ. എന്നാൽ ആ ദാനമെന്ന് പറഞ്ഞ ക്രിയയുടെ പുണ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് സ്വർഗം പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പരലോകം പ്രതീക്ഷിക്കുകയാണ്. പരലോകത്തിൽ വിശിഷ്ടങ്ങളായ ഫലങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. പ്രതിഫലം ഒരിക്കലും ദാനമാവുന്നില്ല. അതിനെ നമുക്ക് നിക്ഷേപം എന്നേ പറഞ്ഞുള്ളൂ. പരലോകത്തിൽ പ്രയോജനം ചെയ്യുന്നതിന് ഇവിടെ നിക്ഷേപിക്കുന്നു, അത്രയേ പറയാൻ വയ്ക്കൂ. അതിൻ്റെ പലിശ സഹിതം പിന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദാനമെന്ന് പറയണമെങ്കിൽ അത് അനാകാംക്ഷമാണ്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നതാവരുത്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചോ അത് ദാനമല്ല. അത് ദാനം സ്വീകരിച്ച ആളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുപകാരമാകാം, അത് അല്ലെങ്കിൽ ഈ സമഷ്ടി വ്യവസ്ഥയിൽ നിന്നുള്ള അനുകൂലതകളാവാം. എന്തു തന്നെ പ്രതീക്ഷിച്ചാലും അത് ദാനമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് കിം ദാനം അനാകാംക്ഷം എന്ന പ്രയോഗം. അടുത്ത ചോദ്യം, കിം മിത്രം? എന്താണ് മിത്രം? ആരാണ് മിത്രം? നമ്മൾ പലരെയും മിത്രങ്ങളെന്ന് പറയാറുണ്ട്, കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ. അപ്പോൾ ആരാണ് യഥാർത്ഥ മിത്രം? ഇതാണ് ചോദ്യം. കിം മിത്രം? മറുപടി, യോ നിവാരയതി പാപാത്. ആര് പാപത്തിൽ നിന്ന് നമ്മെ തടയുന്നുവോ അവനാണ് മിത്രം. പാപം എന്ന് പറയുമ്പോൾ അപരാധജനിതമാണ്. അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത്. അപരാധമോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലോ ചെയ്യരുതാത്തത് ചെയ്താലോ രണ്ടും സംഭവിക്കാം. ഒന്നുകിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാം, കർത്തവ്യം ചെയ്യാതിരിക്കാം, അഥവാ ചെയ്യരുതാത്തത്, വികർമ്മം, അകാര്യം ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ പ്രലോഭനങ്ങൾക്ക് വിധേയനായോ ഒക്കെ അരുതാത്തത് ചെയ്യാം. ഇത് രണ്ടും അപരാധമാണ്. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കും. ആ മുറിവ് നിശ്ചയമായും നമ്മുടെ അന്ധഃകരണത്തെ കൂടുതൽ കൂടുതൽ മലിനമാക്കിക്കൊണ്ടേയിരിക്കും.
അത് അപരാധമാണ്. ആ അപരാധത്തിൽ നിന്ന് പാപം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ അപരാധം ചെയ്യുന്നതിൽ നിന്ന് ആരാണോ നമ്മളെ തടയുന്നത്, വിലക്കുന്നത്, അരുത് അരുത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരാണോ ഹിതം പറഞ്ഞു തരുന്നത്, ആരാണോ ഹിതമായ വഴിക്ക് നമ്മളെ നയിക്കുന്നത്, കേവലം പറഞ്ഞു തരിക മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും അരുതാത്തത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഒരു സ്നേഹിതൻ്റെ സ്നേഹം നൽകുന്നതായ ഒരു അധികാരമുണ്ടല്ലോ, ആ അധികാരം ഉപയോഗിച്ച് നമ്മളെ തടയുന്നവനാണ് യഥാർത്ഥ മിത്രം. അല്ലാതെ അനുകൂലമായ സമയത്ത് കൂട്ടുകൂടി ചിരിച്ചും കളിച്ചും പല വ്യവഹാരങ്ങൾക്ക് കൂട്ടുനിന്നും കൂടെയുള്ള ആളല്ല മിത്രം. അങ്ങനെ മിത്രങ്ങൾ എന്ന ഭാവേന നൂറുകണക്കിന് പേര് ലോകത്തിലുണ്ടാവും. യഥാർത്ഥ മിത്രം നമ്മളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളാണ്. ഇതാണ് കിം മിത്രം യോ നിവാരയതി പാപാത് എന്ന് പറയുന്നത്. തുടർന്ന് കോലങ്കാരഃ, കഹ അലങ്കാരഃ, എന്താണ് അലങ്കാരം? ഇതാണ് ചോദ്യം. നമ്മൾ പല അലങ്കാരങ്ങളെയും ചെയ്യാറുണ്ട്. മാലകൾ ധരിക്കുന്നു, അല്ലെങ്കിൽ പൊട്ടുകുത്തുന്നു, അല്ലെങ്കിൽ തൻ്റെ തന്നെ ശരീരാംഗങ്ങളെ സംസ്കരിച്ച് വയ്ക്കുന്നു, വിശിഷ്ടങ്ങളായ വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളിൽ തന്നെ ചില പ്രത്യേകതരം ആഭൂഷണങ്ങൾ അണിയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ പലതരം അലങ്കാരങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചോദ്യം, എന്താണ് ശരിയായ അലങ്കാരം? മറുപടി ശീലം. ശീലമാണ് അലങ്കാരം. ശീലം, ശീലശുദ്ധി. ശീലം എന്ന് പറയുമ്പോൾ സുശീലം അർത്ഥമാക്കപ്പെടുന്നു. ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യവഹരിക്കാനുള്ള കഴിവ്, നമ്രതയോടുകൂടി നിർമ്മല ഭാവത്തോടുകൂടി എല്ലാവരോടും ഇടപഴകാനുള്ള കഴിവ്, അതുപോലെ അവനവൻ്റെ ബാഹ്യ അഭ്യന്തര ശുദ്ധി പാലിക്കുന്ന ശീലം, സത്യശീലം, പ്രിയവാക്ക് ശീലം, ഇങ്ങനെ സുശീലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആചാര്യന്മാരും ശാസ്ത്രങ്ങളും അനുമോദിക്കുന്ന ശീലങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അതാണ് ശരിയായ അലങ്കാരം. അല്ലാതെ ബാഹ്യമായിരിക്കുന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ മാലകളോ വസ്ത്രവിശേഷമൊന്നുമല്ല. ശീലമാണ് ശരിയായ അലങ്കാരം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. ശൂരസേനോ യദുപതിർ മധുരാമാവസത് പുരീം മാധുരാൻ ശൂരസേനാം ച വിഷയാൻ ബുഭുജേ പുരാം. പുരാ പണ്ട് യദുപതി, യദുരാജാവായ ശൂരസേനൻ, സഹസ്രാർജുനൻ്റെ രണ്ടാമത്തെ പുത്രനാണ് ആര്? ശൂരസേനൻ. ശൂരസേനൻ എന്ന് പറയുന്ന സഹസ്രാർജുനൻ്റെ രണ്ടാമത്തെ പുത്രനായ ശൂരസേനൻ മധുര എന്ന് പേരായ പുരിയിൽ ആവസിച്ചു. ശൂരസേനങ്ങളെന്ന് പേരുള്ളതായ രാജ്യങ്ങളെ ഭരിച്ചതുകൊണ്ടാണ്, അങ്ങനെ പരിപാലിച്ച രാജാവാണ് ശൂരസേനൻ. മധുരാസംബന്ധികളും ശൂരസേനങ്ങളെന്ന് പേരുള്ളവയുമായ വിഷയാൻ രാജ്യങ്ങളെ വിഭുജയെ അനുഭവിച്ചു. 2 രാജ്യങ്ങളെയാണ് ഇവിടെ അനുഭവിച്ചത്. ഒന്ന് മധുരയും ഒന്ന് ശൂരസേന രാജ്യങ്ങളെയും. ഈ 2 രാജ്യങ്ങളെയും അനുഭവിച്ച രാജാവാണ് സഹസ്രാർജുനൻ്റെ പുത്രനായിരിക്കുന്ന, രണ്ടാമത്തെ പുത്രനായിരിക്കുന്ന ശൂരസേനൻ എന്ന യദുരാജാവ്. മധ്യതേതു ജഗത്സർവം ബ്രഹ്മജ്ഞാനേന യേനവാ തസ്സാരഭൂതം യസ്യാം മധുരാസ നിഗദ്യത എന്ന് പറയപ്പെടുന്നുണ്ട്. താപിനി ശ്രുതിക്കകത്ത് പറയുന്നതാണ്. മധുരയെക്കുറിച്ചുള്ള ഒരർത്ഥമാണ്. മധ്യതേതു ജഗത്സർവം, ലോകം മുഴുവൻ ഏതൊരു ബ്രഹ്മജ്ഞാനത്താൽ, മധ്യതേ ബ്രഹ്മജ്ഞാനേന
ജഗത്സർവം ബ്രഹ്മജ്ഞാനേന മധ്യതേ. ഈ ലോകം മുഴുവൻ ബ്രഹ്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നുവോ, ഏതൊരു ജ്ഞാനത്താൽ മതിക്കപ്പെടുന്നുവോ ആ ജ്ഞാനത്തിൻ്റെ മൂർത്തിമത്തായ കൃഷ്ണവിഗ്രഹം കൊണ്ട് ഏതൊരു രാജ്യം ശോഭിക്കുന്നുവോ അതിനെ പറയുന്ന പേരാണ് മധുര എന്ന് ശ്രുതിക്കകത്ത് പറയുന്നത് നമ്മളിവിടെ ഓർത്തു വെച്ചോണം. അപ്പം ബ്രഹ്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നതും ആത്മജ്ഞാനത്താൽ മതിക്കപ്പെടുന്നതും അതുപോലെ തന്നെ കൃഷ്ണഭഗവാന്റെ വിഗ്രഹം കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന രാജ്യവുമാണ് മധുരാപുരി എന്നുള്ള കാര്യമാണ് ഈ മധുര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടത്. രാജധാനി തതസ്സാഭൂത് സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഹി പറയണം. അതുകൊണ്ട് എല്ലാ യാദവ രാജാക്കന്മാരുടെയും സർവ യാദവ ഭൂഭുജാം എല്ലാ യാദവ രാജാക്കന്മാരുടെയും രാജധാനിയായിട്ട് ആ മധുര അഭൂദ്ഭവിച്ചു. എത്ര യാതൊന്നിൽ ഹരിഭഗവാൻ നിത്യം എപ്പോഴും സന്നിധാനം ചെയ്തിരിക്കുന്നു. മധുരാപുരിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിവരാത്ത ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ശോഭിക്കുന്ന രാജ്യമാണ് മധുരാപുരി. എത്ര വർണ്ണിച്ചാലും മതി വരില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ശ്രുതിയിൽ പറഞ്ഞത് ബ്രഹ്മജ്ഞാനം കൊണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവ്വ ചൈതന്യം കൊണ്ട് പ്രശോഭിക്കുന്നിടമാണ് മധുരാപുരി. അപ്പം മധുരാപുരിയുടെ ദർശനം എത്രയോ പുണ്യകരമാണ്, പാപത്തെ നശിപ്പിക്കുന്നതാണ്, ആത്മവിശുദ്ധിക്ക് കാരണമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. തീർത്ഥാടനങ്ങളെല്ലാം തന്നെ, തീർത്ഥകേന്ദ്രങ്ങളെല്ലാം തന്നെ നമ്മളെ വിമലീകരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഓരോ രാഗദ്വേഷാദി ചിന്തകൾ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശുദ്ധീകരണമെന്ന് പറഞ്ഞു, വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ പറഞ്ഞു. വിശുദ്ധീകരിക്കുക, ഭഗവാൻ അവതരിച്ചുകൊണ്ട് ഭൂമി ലോകത്തെ വിശുദ്ധീകരിക്കുക എന്നൊരു വാക്ക് ഭാഗവതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വിശുദ്ധീകരണം? രാഗാദി ദ്വേഷങ്ങളില്ലാത്ത അവസ്ഥയാണ് വിശുദ്ധീകരണം. നമുക്കെപ്പോഴും ഓരോരോ ചാഞ്ചല്യ സ്വഭാവം എപ്പോഴും നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനെയൊക്കെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഇതുപോലുള്ള തീർത്ഥകേന്ദ്രങ്ങളുടെ സഫലതയാണ്. അപ്പോൾ തീർത്ഥകേന്ദ്രങ്ങളിലെ അടനം എത്രയോ ഉത്തമമാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മജ്ഞാനം കൊണ്ടും ശ്രീകൃഷ്ണ ചൈതന്യം കൊണ്ടും പ്രകീർത്തിക്കപ്പെടുന്ന രാജ്യം ഭരിക്കുന്നവരാണ് ആര്? യദുവംശ രാജാക്കന്മാർ. അത് 2 യദുസേന രാജ്യങ്ങളെയും മധുരാപുരിയെയും ഭരിക്കുന്നത് അവരാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ഭഗവാന്റെ നിത്യസന്നിധിയുള്ള ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പാത്രഗുണം നിമിത്തം വാസ്തുഗുണമെന്ന് പണ്ടുള്ളവർ പറയും. പാത്രഗുണത്തിനനുസരിച്ചാണ് വസ്തുവിൻ്റെ ഗുണം ഇരിക്കുന്നതെന്ന് പറയും. നമ്മുടെയൊക്കെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ മനസ്സിരിപ്പുണ്ട്. നമുക്കറിയാം, ഇപ്പം ഈ നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ തരുന്ന എല്ലാം വെള്ള ഗുളികകളാണ്. പക്ഷെ അതിനകത്ത് ചേർക്കുന്ന ലായനി രൂപത്തിലുള്ള മരുന്ന് ഏതാണെന്ന് നമുക്കാർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭേദാഭേദങ്ങൾ അതിനകത്തുള്ളത്. ഗുളിക ഒരേ രൂപത്തിലും ചേർക്കുന്ന മരുന്ന് വ്യത്യസ്തവുമായിരിക്കും. ഇതുപോലെ വ്യത്യസ്തമായ മനസ്സും വ്യത്യസ്തമായ രൂപത്തോടും കൂടി പാത്രഗുണം, വാസ്തുഗുണം ഒരുപാടുണ്ടെങ്കിൽ അത് പാത്രത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. പൂർവജന്മ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന കർമ്മങ്ങളാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സംസ്കാരത്തെ വളർത്തിയെടുത്തുകൊണ്ട് ഇതുപോലുള്ള തീർത്ഥ കേന്ദ്രങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സങ്കല്പത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ പോയി ഒന്ന് ദർശനം നടത്തി അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വരാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അത് എത്രയോ മനസ്സിനെ വിമലീകരിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെ അത്ര പരിശുദ്ധമായ 2 രാജ്യങ്ങളെ ഭരിക്കുന്നവരാണ് യദുവംശ രാജാക്കന്മാരെന്ന് ഇവിടെ സൂചിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
സപ്തർഷിമാർക്കും വൈവസ്വതനും തത്വങ്ങൾ ഉപദേശിച്ചു. വിശ്വതത്വങ്ങൾ ഉപദേശിച്ചു. സപ്തർഷിമാർക്കും വൈവസ്വതനും തത്വങ്ങൾ ഉപദേശിച്ചു. വിശ്വതത്വങ്ങൾ ഉപദേശിച്ചു. ജഗദാശ്രയൻ ഹയഗ്രീവനെ ഹനിച്ചു. നിഗമങ്ങൾ സമുദ്ധരിച്ചു. ജഗദാശ്രയൻ ഹയഗ്രീവനെ ഹനിച്ചു. നിഗമങ്ങൾ സമുദ്ധരിച്ചു. നിഗമങ്ങൾ സമുദ്ധരിച്ചു. വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവൻ എന്ന ദൈത്യൻ വേദങ്ങൾ അപഹരിച്ചു. ചതുർവേദങ്ങൾ അപഹരിച്ചു. വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവൻ എന്ന ദൈത്യൻ വേദങ്ങൾ അപഹരിച്ചു. ചതുർവേദങ്ങൾ അപഹരിച്ചു. അനന്തമാം സാഗര ഗഹ്വരത്തിൽ പോയി അനന്തരം അവനൊളിച്ചു. അനന്തമാം സാഗര ഗഹ്വരത്തിൽ പോയി അനന്തരം അവനൊളിച്ചു. അനന്തരം അവനൊളിച്ചു.